ഏതഞ്ജലി? ഹലോ, ആരാണിത്? ഇവിടെ മീര ഉണ്ടാവുമ്പോൾ വേറെ എവിടെയും പോകാൻ പറ്റില്ല. ഇവിടെ കാണണം. എൻ്റെ എല്ലാ കുട്ടികളും ഇവിടെ വെക്കണം. ഇതെല്ലാം ഏം പ്രോപ്പർട്ടി. പുരിഞ്ചുതാ? പുരിയലേണ്ണ. ഭൂലോക നഷ്ടമായേനെ, സത്യം കരു. എനിക്ക് ആ ലിപ്സ്റ്റിക്കിന്റെ കഥയെല്ലാം അറിഞ്ഞില്ലെങ്കിൽ നഷ്ടമായേനെ. പക്ഷേ ഈ ജന്മം ഇതൊക്കെ അറിയണം എന്നുള്ളതാണ് വിധി. അതാണ് ഒരു മീര ശ്ലോക. ഹായ് ജംബാ, ജമ്പനും തുമ്പനും 26. താങ്ക് യു പ്രഭു. കല്യാണം കളിച്ച ഇല്ല, ഒന്ന് കെട്ടിയാൽ കൊള്ളാന്നുണ്ട്. എനിക്കും ഗരുവിനും പ്ലെയറിനും അറിയാം അഞ്ജലി ആരാണെന്ന്. ഓ, നിങ്ങളെല്ലാവരും അഞ്ജലിയുടെ ആൾക്കാരാണോ? ഒരെണ്ണം നാളെ ഇവിടെ പോകരുത്. പൊക്കോണം അഞ്ജലിയുടെ കൂടെ. പിന്നെ ഈ വഴിക്ക് വരാൻ പാടില്ല. അഞ്ജലി വേണ്ടവർ അങ്ങോട്ട് പോകാം, മീരെ വേണ്ടവർ ഇവിടെ നിൽക്കുക. ഓക്കെ, ഞങ്ങൾ ഇന്ന് അവിടെയായിരുന്നു രാവിലെ. എവിടെയെങ്കിലും പൊക്കോ. ഞങ്ങളെ എന്താണ് അറിയിച്ചില്ല എന്നാണോ? അത് ആദരിച്ചില്ല. ഞങ്ങളെ ആദരിച്ചില്ല എങ്കിൽ ഞങ്ങൾ ഈ ലൈവ് ബഹിഷ്കരിക്കുക തന്നെ ചെയ്യും. ആദരിക്കുക, അതാണ് ഉദ്ദേശിച്ചത്. ആദരിച്ചേനെ. ഏതോരു അഞ്ജലി എത്ര എല്ലെണ്ണോ അഞ്ജലിയുടെ അവിടെയാണ്. പൊക്കോണം, അഞ്ജലി അവിടെ ഉണ്ടാവും, വിളിക്കുന്നുണ്ടാവും. എല്ലാവരും ഇവിടെ നിന്ന് പൊയ്ക്കോളൂ വേഗം. രാജു ബ്രോ വെള്ളത്തിൽ ചാടാൻ വരുന്നു. പൊളിയാണ്, സൂപ്പറാണ് ലൈവ്. പോയി പൊളിക്കൂ. ആരുടെ ലൈവിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പോകാം. ഈ മീരിവിടെ ആരെയും പിടിച്ച് കെട്ടിയിടില്ല. ആരില്ലെങ്കിലും മീരിവിടെ ഉണ്ടാകും. പൊളിയാണ്, സൂപ്പറാണ്. ആയിക്കോട്ടെ, ആരോ പൊളിച്ചടുക്കട്ടെ. കൂടെ പൊയ്ക്കോ പൊളിച്ചടുക്കാൻ. ഗരു കിരീടം തായോ. ശ്രീ മീര നന്നായി പാടുന്നുണ്ടല്ല. ആണോ മാഷേ? ജമ്പൻ. ആഹാ, ഗരു ക്രൗൺ ഫസ്റ്റ് എടുത്തല്ലോ. ഗരുവാ ക്വിറ്റ് മീര വ്ലോഗ്. ഓക്കെ, പൊക്കോളൂ. ഇനി അഞ്ജലി മതി. എവളുടെ അടുത്തോ പൊക്കോളൂ. ഞാൻ മീര ഇടത്തിലുണ്ട്. അത് മതി പ്രഭു. നമുക്കിവിടെ നിൽക്കാൻ. ലൈക്ക് വണ്ടേ. ഇതിൻ്റെ 9 നേരത്തെ വന്ന അരുൺ. താൻ ആരാണ്? തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കും ഞാൻ ആരാണെന്ന്. അപ്പോൾ ഞാൻ പറയാൻ താൻ ആരാണെന്നും ഞാൻ ആരാണെന്നും. അതെ, ശ്രീ ഹാപ്പിയാണല്ലോ. മീര ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ ഉണ്ടാകും. സ്നേഹത്തുമ്പി ഞാനെല്ല കൂടെ. അതെ മാഷേ, എല്ലാവർക്കും എല്ലാവരെയും പോവാട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഞാനെല്ലാം ടൈമിനൊന്നും വരുന്നില്ല. അങ്ങനെ എനിക്ക് വരാൻ ഇനി അങ്ങോട്ട് അങ്ങനെ സാഹചര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ അന്നും ഇന്നും ഇനി എന്നും പറയും, എല്ലാവർക്കും എല്ലാവിടെയും പോകാം. അവിടെ പോയി ഇവിടെ പോയി എന്ന് പറയുമ്പോൾ എനിക്കൊരു വിഷമം. നമ്മൾക്ക് സോഷ്യൽ മീഡിയ, നമ്മൾക്ക് കുറച്ച് മിണ്ടിയും പറഞ്ഞിരിക്കാൻ, നമ്മുടെ വൈബിനൊത്ത് ആര് കിട്ടുന്നുവോ, എവിടെ ഫണ്ണാകുന്നുവോ, എവിടെയാണോ നമുക്ക് സാറ്റിസ്ഫൈഡ്, അവിടെ നമുക്ക് പോകാം. ഫുൾ ഫ്രീഡം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം എൻ്റെ കുട്ടികൾക്കും ഇത്യാദി ഫ്രീഡം വേണമെന്ന് ആഗ്രഹിക്കുന്നവളാണ് ഈ മീര ബിന്ദു. സോ മീരയുടെ ലൈവിലുള്ളവർക്ക് എല്ലാവരുടെയും പോകാനുള്ള ഫ്രീഡം ഉണ്ട്. ഇവിടെ വരണമെന്ന് തോന്നുമ്പോൾ വന്നാലും മീര ഹാപ്പിയാണ്. അത്രേ ഉള്ളൂ. മീരയുടെ ഡ്യൂപ്പിനെ കണ്ടു ഞാൻ. അന്ന് പറഞ്ഞല്ലേ. ഓക്കെ ഡൺ. ആള് പൊളിയാ. അഞ്ജലി വേണമെങ്കിൽ അങ്ങോട്ട് പോകൂ, അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയിക്കൊള്ളൂ എന്ന് പറയും മീര. അതെ, അഞ്ജലി വേണമെങ്കിൽ അങ്ങോട്ട് പോകാം. പോകുന്നവരെ മീര ഒരിക്കലും പിടിച്ചു വെക്കില്ല. അയ്യോ പോകല്ലേ ഒരിക്കലും പറയില്ല. അങ്ങോട്ട് പോകണമെങ്കിൽ പോകാം, ഇങ്ങോട്ട് വരണമെങ്കിൽ വരാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഒന്നും മീര കൈവയ്ക്കില്ല. മീര വേണമെങ്കിൽ ഇവിടെ നിൽക്കാം. പക്ഷെ മീര അന്നും ഇന്നും ഇനി എന്നും ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും. ഇതിൽ കൂടുതൽ എനിക്ക് ഒന്നും ചെയ്യാനില്ല, ഇതിൽ കുറഞ്ഞുമില്ല. മീര എന്ന് ടെററാണ്. ലൈവ് തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ മുകളിലുണ്ടായിരുന്നു. ആണോ? മുകളിൽ